ബിജെപി ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി. കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയാക്കി. എ.പി. അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. പീയൂഷ് ഗോയൽ ദേശീയ ട്രഷറർ. 8 ജനറൽ സെക്രട്ടറിമാരിൽ സ്മൃതി ഇറാനി ഏക വനിത. സിപിഎം നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ ബാങ്കിനെതിരായ ആരോപണത്തിൽ വിശദീകരണവുമായി ഭരണസമിതി. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല. പണം സ്വീകരിച്ചത് ഓഹരികളായി. സെപ്റ്റംബറിൽ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കുമെന്നും ഭരണസമിതി. അർജുനായങ്കിയുമായി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. തെളിവെടുപ്പ് കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ. നടപടി കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ. ഹൈക്കോടതി അനുവദിച്ചത് 2 ദിവസത്തെ കസ്റ്റഡി. പാലക്കാട്ടെ ലഹരി വേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയയെന്ന് പോലീസ്. 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത് യുവതി ഉൾപ്പെടെ 3 പേർ. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീം. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. മരിച്ചത് 70-കാരി ഡോളി. പ്രതി ബെൻഹർ പോലീസ് പിടിയിൽ. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അയൽവാസിക്കും പരുക്ക്. PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക്ഭവൻ നിയമോപദേശം തേടി. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്ന് പരിശോധിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ലഭിച്ചത് നിരവധി പരാതികൾ. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. റെസ്റ്റോറന്റിലുണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റി. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ബീഹാറിലെ ലഖിസറായിൽ അശോക് ധാം ക്ഷേത്രത്തിൽ ദുരന്തം. തിരക്കിൽപ്പെട്ട് 7 മരണം. 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടിവീണത് ജനത്തെ പരിഭ്രാന്തരാക്കി. എല്ലാ രാത്രിയും ഗാസയിലെ 30 മുതൽ 40 വരെ ആളുകളെ കൊല്ലണമെന്ന് ഇസ്രയേലി മന്ത്രി. തീവ്ര വലതുപക്ഷവാദിയായ ബെൻഗുറിന്റെ പ്രസ്താവന. ഹമാസ് ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കവേ മരുമകനെ ഇറക്കി നെതന്യാഹുവിന് ട്രംപിന്റെ ചെക്ക്. ഹമാസുമായി ഗാസ സമാധാന കരാർ ചർച്ച ചെയ്തത് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ജാരഡ് കുഷ്ണർ. ഇസ്രയേലിനെതിരെ 8 മുസ്ലിം രാജ്യങ്ങളുടെ പ്രമേയം. ഒറ്റ രാത്രി കൊണ്ട് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത് 800-ലധികം ഉക്രൈനിയൻ ഡ്രോണുകൾ. 600 എണ്ണവും മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട്. 2026-ലെ ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി യുക്രൈൻ. 7 മരണം. മോസ്കോയിലെ വൈൽഡ്ബെറി വെയർഹൌസിന് തീപിടിച്ചു. യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ. യുദ്ധം വീണ്ടും മുറുകുന്നു. കളി അവസാനിപ്പിക്കുമെന്ന സൂചനയുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്തേതാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭാവി ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അഭിമുഖത്തിൽ താരം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈക്കോളി ബാക്ടീരിയ. ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്ക തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും. ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ.